ഉം, സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഫ്രീ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫ്രീ സെഷന്റെ ടോപ്പിക് എന്തായിരുന്നു? പരീക്ഷണങ്ങൾ. പരീക്ഷണങ്ങൾ. പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്. പരീക്ഷിക്കുന്നത്. യാ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ ഓരോ വ്യക്തികളും പല പ്രതിസന്ധിയിലൂടെ, പല പ്രശ്നങ്ങളിലൂടെ, പല സങ്കടങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാവാം. മറ്റു ചില ആൾക്കാർ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം. അതുകൊണ്ട് സന്തോഷവാനാണ്. ബട്ട് ഇന്ന് സന്തോഷ നിമിഷങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. അതുകൊണ്ട് ഞാൻ സന്തോഷവാനല്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇന്ന് പൈസ കിട്ടിയില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ പ്രണയനെ കാണാൻ പറ്റിയില്ല. ജോലിയിൽ നല്ല സ്ട്രെസ്സായിരുന്നു. ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും നടക്കുന്നില്ല. ജോലി കിട്ടുന്നില്ല. കിട്ടിയ ജോലി തന്നെ പോയി. ആ, വിദേശ രാജ്യങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത് നടക്കുന്നില്ല. കല്യാണത്തിന് വേണ്ടി ഒരുപാട് ആ, പെൺകുട്ടികളെ കണ്ടു, നടക്കുന്നില്ല. ഒരുപാട് പുരുഷന്മാരെ കണ്ടു, നടക്കുന്നില്ല. സോ ഇങ്ങനെ ആയിരത്തോളം കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. ഓക്കെ, ഇതാണ് ജീവിതം. ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന സന്തോഷത്തിന്റെ വാല്യൂ അറിയാൻ പറ്റുമോ? സുഖത്തിന്റെ വാല്യൂ അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. എപ്പോഴും ഹാപ്പിനെസ് തന്നെ തന്നുകൊണ്ടിരുന്നാൽ പറ്റില്ല. ബട്ട് എപ്പോഴും ഹാപ്പിനെസ് തരാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് നമ്മളെ മദർ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കൈയിരിപ്പും നമ്മുടെ ചിന്തകളുടെ നല്ല ഇരിപ്പും കാരണം എന്ത് ചെയ്യും? ചില പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. അപ്പൊ ആ പരീക്ഷണങ്ങൾ എന്താണെന്നൊക്കെ ഓൾറെഡി കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാലും ഒന്ന് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാനും അതുപോലെ തന്നെ ന്യൂ നോളജ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റട്ടെ. അപ്പോ നമ്മൾ ഏത് സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണമെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സാഹചര്യം എന്നേക്കുമായിട്ട് അവിടെ നിലനിൽക്കുന്നതല്ല. അല്ലേ? ആണോ അല്ലയോ? അല്ല. ഇന്ന് നിങ്ങൾ ഇത്ര വരെ യാത്ര ചെയ്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ ഇന്നലെ അനുഭവിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അനുഭവിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ചിലപ്പോൾ ഇന്ന് അതുണ്ടാവില്ല. എത്രയോ വലിയ വലിയ കാര്യങ്ങളാൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഓരോ സമയവും നിങ്ങൾക്ക് വലിയ വലിയ പ്രോബ്ലംസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ദൈവമേ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം തരുന്നത്? ദൈവമേ എന്തിനാണ് ഞാൻ വളരെ പാവപ്പെട്ടവനല്ലേ, നിനക്കറിയാലോ എൻ്റെ അവസ്ഥയെല്ലാം, എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ആ ഒരു കാര്യം ഇന്ന് ആലോചിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണോ? അല്ല. അല്ല. നിങ്ങൾ എത്രയോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെ, എത്രയോ അതെ. വലിയ വലിയ കാര്യങ്ങൾ, ആത്മഹത്യ ചെയ്യാൻ കയറെടുത്ത ആൾക്കാര്, വിഷം എടുത്ത ആൾക്കാര്, അതെ, അതെ. എത്ര തീർച്ചയായും. എത്ര ഓരോരോ സിറ്റുവേഷൻസ്. ഉറപ്പായിട്ടും ബട്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഭയങ്കര അതെല്ലാം ഓവർകം ചെയ്ത് ഇന്ന് എത്രയോ സുഖമായി ജീവിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട, ഒരാൾ ഇപ്പൊ ചാറ്റിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ഈ സമയവും കടന്നു പോകും. അഫ്കോഴ്സ് ഈ കടന്നു പോകും. സമയവും അതെ, കടന്നു അതെ. പോകും. കടന്നു പോകും. അപ്പോ നമ്മൾ ഒന്നിലും എന്ത് ചെയ്യണ്ട, കൂടുതൽ വെപ്രാളപ്പെടേണ്ട ആവശ്യവുമില്ല, കൂടുതൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യണ്ട. വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒന്നും വേണ്ട. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ആദ്യ ഒരു കാര്യം, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് അമേസിങ്. എന്ത് ചെയ്യണം? എന്തൊരു പ്രോബ്ലം വന്നാലും, എന്തൊരു വലിയ പ്രശ്നം വന്നാലും പാനിക് ആവാതെ ആ ഒരു പ്രോബ്ലം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്താണ്? അത് ഞാൻ ആദ്യം മനസ്സിലാക്കണം. ആ പ്രോബ്ലത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആക്ച്വലി ഇതൊന്നും ഫ്രീ ആയിട്ട് കൊടുത്തോളൂ, ബട്ട് എന്തോ നാക്കിലിങ്ങനെ വരുന്നു. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? പ്രോബ്ലം നിങ്ങൾ എന്താണ് ഇപ്പൊ ഫേസ് ചെയ്യുന്നത് അത് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാതെ വെപ്രാളപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റാത്തത്. സോ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് എന്തായാലും ഈ പ്രശ്നം വന്നില്ല, എനിക്ക് എന്തായാലും ഈ പ്രശ്നം വന്നില്ല, എനിക്ക് എന്തായാലും ഈ പ്രശ്നം വന്നില്ല, ഞാൻ എങ്ങനെ ചെയ്യും ഇത്? എങ്ങനെ? അയ്യോ, എനിക്ക് പറ്റുന്നില്ലല്ലോ. സോ വീണ്ടും 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 ആ പ്രോബ്ലത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൊല്യൂഷനിലേക്ക് നമ്മൾ നോക്കുന്നില്ല.
സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കണം. സി, ഇപ്പോഴത്തെ എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, പണത്തിന്റെ ആവശ്യത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് 3-4 വഴിയുണ്ട്. ഒന്ന്, എൻ്റെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ കടം ചോദിക്കാം. 2, എനിക്ക് ലോൺ എടുക്കേണ്ട അവസരമുണ്ടോ നോക്കാം. 3, എന്തെങ്കിലും എൻ്റെ വസ്തുക്കൾ പണയം വെച്ചുകൊണ്ട് പണം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടോ. 4, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ. സോ, നാലാമത്തെ വഴി ഞാൻ ഒന്നും പറയുന്നില്ല. ബട്ട് ഇതേപോലെ എന്തൊക്കെ വഴികളിലൂടെ എനിക്ക് പൈസ ഉണ്ടാക്കാം, പൈസ കണ്ടെത്താം, വളരെ അത്യാവശ്യമാണ്, പൈസ കണ്ടെത്താൻ നോക്കണം. ബട്ട് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? വേവലാതിപ്പെടും, ടെൻഷനാവും. സോ വേ ദ ഫോക്കസ് ഗോസ്, എനർജി ഫ്ലോസ്. ഫോക്കസ് എങ്ങോട്ടാ പോകുന്നത്? പ്രോബ്ലം 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 പ്രോബ്ലം, പ്രശ്നം 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 പ്രശ്നം. സൊല്യൂഷൻ കിട്ടുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലം. ആ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനിലേക്ക് ഫോക്കസ് കൊടുക്കുക. അപ്പം തുടക്കത്തിലെ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം, എത്ര വലിയ പ്രശ്നം, എങ്ങനത്തെ പ്രശ്നമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ കൂടെ ജീവിത അവസാനം വരെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തമ്പുരാൻ നമുക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതല്ല, അതിനപ്പുറം നമുക്ക് തമ്പുരാൻ തരും. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങളൊരു പൂവായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, പക്ഷെ തമ്പുരാൻ നിങ്ങൾക്ക് ഒരു പൂന്തോട്ടം തന്നെ തരും. ആ പൂന്തോട്ടം തരണമെങ്കിൽ പുള്ളിക്കാരന്റെ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെ പരീക്ഷണങ്ങളിലാണ് നമ്മൾ നോർമലി ഫേസ് ചെയ്യുന്നത്? എല്ലാം അല്ല, എന്നാലും വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ നോക്കാം. സി, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ നിന്നും, നിങ്ങളുടെ ഇന്നിപ്പോ ജീവിതത്തിൽ നിന്നും പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് സംതിങ്, ഒരു മിസ്സിങ് ഉണ്ടാവുന്നത്. അതായത് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, അത് തമ്പുരാൻ തരുന്ന ഒരു പരീക്ഷണമാണ്. സോ നിങ്ങളുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സംഭവം ഉണ്ടോ, അത് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെ മൂല്യവത്തായ എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് പ്രപഞ്ചത്തിൽ നിന്നുള്ളൊരു പരീക്ഷണമാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലാത്തത് എന്താണോ, അതെന്ത് ചെയ്യും? നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടും. എന്തിനാണ്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പൂവാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൂവല്ല വിധിച്ചിട്ടുള്ളത്, നിങ്ങൾക്കൊരു പൂന്തോട്ടമാണ് വിധിച്ചിട്ടുള്ളത്. വിച്ച് മീൻസ് നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലാത്തതും നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതും, എന്നാൽ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടമാകും. നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് എടുത്ത് മാറ്റപ്പെടും. നിങ്ങൾക്ക് ശരിക്കും എന്താണോ ആവശ്യമായിട്ടുള്ളത്, ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരും. സംടൈംസ് ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് ഒരു പറയാം, അല്ലെങ്കിൽ ഒരു ജോലി ബേസ് ചെയ്ത് പറയാം. ജോലി ബേസ് ചെയ്ത് പറഞ്ഞെങ്കിൽ എന്റെ എക്സാമ്പിൾ വെച്ച് സംസാരിക്കേണ്ട. ഓക്കെ, ജോലി ബേസ് ചെയ്ത് പറയണമെങ്കിൽ, ലൈക്ക് നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന കമ്പനി ജോലി കിട്ടിയേ കൊള്ളാൻ തരത്തിലുള്ള ആപ്ലിക്കേഷന് കാര്യങ്ങൾ കൊടുക്കണ്ടെങ്കിൽ, നിങ്ങൾ വളരെ ശക്തമായിട്ട് പഠിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, നല്ല ആക്ഷനൊക്കെ എടുത്തു, ദാറ്റ്സ് ഗുഡ്, എല്ലാം ശരിയായിരുന്നു. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വിഷമിക്കും. ഞാൻ എന്താ നമ്പറാണ്, ഞാൻ ചോദിച്ചത്, ഞാൻ ഇഷ്ടപ്പെട്ട്, ഞാൻ എന്റെ ആക്ഷൻ എടുത്തു, എല്ലാം ചെയ്തല്ലോ, എനിക്ക് ആ ജോലി കിട്ടിയില്ലല്ലോ എന്ന തരത്തിലുള്ള. പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാളും വലിയ പാക്കേജ് ആയിട്ടുള്ള, കുറച്ചുകൂടെ നല്ല സന്ദർഭങ്ങളും കുറച്ചുകൂടെ നല്ല അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അനുസരിച്ചുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലി കിട്ടാത്തത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ സംഭവം? ഞാൻ ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ തമ്പുരാൻ, ആ ശക്തി, വാട്ട് എവർ ഇറ്റ് ഈസ്, ദുഷ്ടനാണ്, കണ്ണിൽ ചോരയില്ലാത്തവനാണ്. കാരണം ഞാൻ ചോദിച്ചത് എനിക്ക് തന്നില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് ഒരുപാട് കുറ്റങ്ങള്, കുറവുകള്, ആ പ്രശ്നങ്ങളെല്ലാം അങ്ങ് മുന്നിൽ കൊണ്ട് നിൽക്കും. അല്ലെങ്കിൽ എന്റെ നല്ല കാലത്ത് നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ടില്ല, എപ്പോഴും എനിക്ക് മോശങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. പരീക്ഷണങ്ങളിൽ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം.
അവിടെ ആ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യാതെ കരഞ്ഞ് നിലവിളിച്ച് ബഹളം വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. വിച്ച് മീൻസ് അവിടെ യൂണിവേഴ്സ് നോക്കുന്ന ഒരു കാര്യം, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കുക നിങ്ങൾ, കാപ്പബിലിറ്റി. നിങ്ങൾ അതിന് അർഹനാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ആ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ നിങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് തരത്തുള്ളൂ. അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയണേ, അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കാപ്പബിലിറ്റി ഉള്ള ആളല്ല എങ്കിൽ ഒരിക്കലും അത് നിങ്ങളിലേക്ക് കിട്ടത്തില്ല. ബിക്കോസ് കിട്ടിയിട്ട് കാര്യമില്ല. എന്താ നമ്മൾ പറയുന്നത്, കുരങ്ങിന് കിട്ടുന്ന പൂമാല പോലെ എന്ത് ചെയ്യും, പിച്ചി ചീന്തിക്കളയും. സോ സെയിം തിങ്, എത്ര എത്ര അവസരങ്ങൾ നിങ്ങൾ സ്വയം കണ്ണടച്ചിരുന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും. ആയിരക്കണക്കിന് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ വന്നു പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആവാൻ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ചതാവാൻ, നിങ്ങളുടെ ലൈഫ് എന്നേക്കുമായി സെറ്റിൽമെന്റ് ആവാനായിട്ട് ആയിരക്കണക്കിന് അവസരങ്ങൾ. പക്ഷേ നിങ്ങൾ കാണാൻ പറ്റിയില്ല, നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റില്ല. ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചില്ല. കാരണം കാപ്പബിലിറ്റിയിലേക്ക് എത്തിയില്ലായിരുന്നു നിങ്ങൾ. യെസ്, ചില സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സി, ഇതൊരു എക്സ്ക്യൂസ് ആണ്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് ആക്ച്വലി. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, തമ്പുരാൻ നിങ്ങൾക്കൊരു പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന അത്രയും മാത്രം പരീക്ഷണം നിങ്ങൾക്ക് തരത്തുള്ളൂ. ഖുറാനില് മുസ്ലിം സഹോദരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖുറാനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മ്യൂട്ട് മാറ്റാം. പടച്ചോൻ എന്താ പറയുന്നത്? ഒന്ന് ജസ്റ്റ് മ്യൂട്ട് മാറ്റി പറയുക. ആത്മാവിന് താങ്ങാൻ കഴിയുന്നത് മാത്രമേ തരുള്ളൂ. അതെ ആ, സാർ, താങ്ങാൻ കഴിയുന്ന ഞാനാണ് മാത്രമേ മെസ്സേജ് തരത്തുള്ളൂ. അയച്ചത്. അതെ സാർ, ഒരു വർഷമായി സാർ. എല്ലാം പോയി. വീടിന്റെ വാടക പോലും നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ എന്തെന്ന് പറയുന്ന, ഇടാൻ ഡ്രസ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഫുഡ് കഴിക്കാനും പിന്നെ വീടിന്റെ വാടക കൊടുക്കാനും എല്ലാത്തിനും. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ 5 മണിക്ക് ചില സമയത്ത് കയറുന്നുണ്ടായിരുന്നു. ഡിപ്രഷൻ കാരണം ഉറക്കം വൈകുന്നത് കൊണ്ട് ചില സമയത്ത് പറ്റിയിട്ടില്ല എനിക്ക് കയറാൻ. കയറിയ സമയത്തൊക്കെ എനിക്ക് സാറിന്റെ മണി ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇച്ചിരിയെങ്കിലും ബെറ്റർ ആയി വരുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സാറിന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഇടയിൽ വെച്ചിട്ട് എനിക്ക് ഒരു ദിവസം ഇതായിപ്പോയി സാർ, സാറിന്റെ ഗ്രൂപ്പിൽ നിന്ന്. പിന്നെ വീണ്ടും ഞാൻ മിഞ്ഞാന്നാണ് ഒരാഴ്ചയിൽ പിന്നെയാണ് ഞാൻ വീണ്ടും ഓക്കെ ഇതായത്. ഓക്കെ ഓക്കെ താങ്ക് യു സാർ. സി, ഞാൻ ചോദിച്ചതിന് ആൻസർ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റുന്നത് മാത്രമേ തമ്പുരാൻ നമുക്ക് തരത്തുള്ളൂ. സോ ഒരാൾ വിജയലക്ഷ്മി എന്നൊരാളെ ചാറ്റ് ചെയ്തിരിക്കണേ, ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്, ഇതിലും നല്ലത് കിട്ടും ആ മൈൻഡിലാണ്. യെസ്, ദാറ്റ്സ് വൺ ബിഗ് തിങ്. അത് നല്ലൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷനുമാണ് ആക്ച്വലി. ഉറപ്പായിട്ടും ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്പൊ കാര്യത്തിന് വിനിയോഗിക്കപ്പെട്ടത് കൊണ്ടാണ് തമ്പുരാൻ എന്നെ പരീക്ഷിക്കുന്നത്. സാർ ഒരു അപ്പൊ 2 മിനിറ്റ് ഫസ്റ്റ് പോയിന്റ് ഞാൻ സാർ. പറയുന്നു. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഇപ്പൊ എന്താ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേ? ഏതെങ്കിലും പ്രിയപ്പെട്ടതായിട്ടുള്ള കാര്യം നമ്മളെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തമ്പുരാന്റെ ഒരു പരീക്ഷണമാണ്. സി, ഒരു എക്സാമ്പിളോട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ആ, പലപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മേ ബി. ഒരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം തണുത്തിരിക്കുക, ഇപ്പോൾ ചൂടുവെള്ളമായാലും തണുത്തിരിക്കുക, പക്ഷെ നിങ്ങൾക്ക് ചൂടുവെള്ളമാണ് വേണ്ടത്. ആ ചൂട് വെള്ളം അതിലേക്ക് നിങ്ങൾ ഒഴിക്കണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ആ ഗ്ലാസ്സിലുള്ള വെള്ളം കളയണം. രണ്ട്, ആ ഗ്ലാസ്സിലുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കി വീണ്ടും ആ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കണം. രണ്ട് ഓപ്ഷനിലും ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. എന്താ? ആ ഗ്ലാസ് എംറ്റി ആവണം. ആ ഗ്ലാസ് എംറ്റി ആയാൽ മാത്രമേ പുതിയൊരു കാര്യം അതിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ നഷ്ടപ്പെടുന്ന ഗ്യാപ്പിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കാര്യം വരണമെങ്കിൽ ആ ഒരു കാര്യത്തിൽ എംറ്റി വരണം. എംറ്റി വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ എംറ്റി എന്ന് പറഞ്ഞാൽ മലയാളം എന്താ, ഒഴിവ് വരണം. ആ ഒഴിവ് വന്നാൽ മാത്രമേ അതിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കാര്യം സംഭവിക്കുള്ളൂ. ഞാനിപ്പോ സംസാരിക്കുന്ന കാലം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയണെങ്കിൽ നിങ്ങൾ ഓരോ ആൾക്കാരുടെയും ലൈഫ് എടുത്ത് നോക്കിയാൽ മതിയാവും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയാണോ ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്നത്, അതോ തമ്പുരാൻ അതിനേക്കാളും ബ്ലെസ്സിങ്സ് ആണോ തന്നിട്ടുള്ളത്?
ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. റൈറ്റ്? ഇതാണ് സംഭവം. എന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സംഭവം അവിടെ നികത്താൻ വേണ്ടിയിട്ടാണ് വിശ്വസിക്കുക. തമ്പുരാനെ ഒരു ഒരിക്കലും കുറ്റം പറയുക അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇങ്ങനെ വന്നു പോയിട്ടുള്ള ആ തരത്തിലൊന്നുമല്ല. പൂർണ്ണമായി തമ്പുരാനെ വിശ്വസിക്കുക, മാറ്റം കാണാൻ പറ്റും. ഒരു വഴി രണ്ടാമത്തത്, കണ്ടിട്ട് പ്രപഞ്ചത്തിന്റെ ഒരു പരീക്ഷണം ബേസ് ചെയ്ത് രണ്ടാമത്തത് വരുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് സെഷൻ എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സംസാരിക്കാം. അതാണ് കുറച്ച് ബെറ്റർ, പ്ലീസ്. താങ്ക് യു. ഓക്കെ, രണ്ടാമത്തെ തമ്പുരാന്റെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ആളുകളെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും, നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കും. ഒന്ന്, നിങ്ങളുടെ ലൈഫ് നിങ്ങളെ സെറ്റ് ആക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പണി എന്താണ്? ചുറ്റുമുള്ള ആൾക്കാര് നിങ്ങളുടെ ആ പോസിറ്റിവിറ്റിയിൽ നിന്നും വലിച്ചു താഴെ ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെയാ? നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ആരൊക്കെ ആയിരിക്കും? നിങ്ങളോട് അസൂയുള്ളവരാവാം, നിങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാവാം, നിങ്ങളെ നിരന്തരം നിങ്ങൾ എന്ത് ചെയ്യും, നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി എന്തൊക്കെ പണിയെടുക്കാൻ പറ്റുമോ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അപ്പൊ എന്ത് ചെയ്യണം? ഈ ആളുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ ചുറ്റും നിൽക്കുന്ന പീപ്പിൾ, നിങ്ങളുടെ ആൾക്കാർ എന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവരാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ആ നെഗറ്റീവായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയല്ലേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ രാവിലെ വളരെ ഊർജ്ജസ്വലരായിട്ട് ക്ലാസ് ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് പവർഫുൾ ആയിട്ട് നിങ്ങളെ ഓഫീസിലേക്ക് ജോലിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ആരെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാരുണ്ടാവും തോണ്ടാനായിട്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടുപ്പിച്ച്, എടാ നീ എത്രയും നാളുകൊണ്ടും ശ്രമിക്കുന്നത്, ഞാൻ ഇതൊക്കെ ശ്രമിച്ചിട്ടല്ലേ ഇവിടം വരെ എത്തിയത്, നടക്കത്തില്ലടാ, അതൊന്നും ശരിയാവത്തില്ല. നിങ്ങളൊരു ബിസിനസ്സിന് കാലെടുത്ത് വെച്ച് നോക്കിയേ, നിങ്ങളൊരു പുതിയ ബിസിനസ്സിന് കൈ കൊടുത്ത് നോക്കിയേ, നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നോക്കിയേ, നിങ്ങൾ എന്ത് പരിപാടി ചെയ്യണ്ടേലും എന്ത് ചെയ്യും, അതിൽ സക്സസ് വരാതിരിക്കാനായിട്ട് പല കാര്യം ഒന്നും, സത്യം പറഞ്ഞ ഒരു കാര്യം, ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഈ ലോകത്തിൽ എന്താണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്? നമുക്ക് ഈ ലോകത്ത് എന്താ ഫ്രീ ആയിട്ടുള്ളത്? സത്യം പറയാൻ ഒന്നും ഫ്രീ ആയിട്ടില്ല. ബട്ട് എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. വെള്ളം ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്, ഓക്സിജൻ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാല്യൂ കൊടുക്കാറുമില്ല. മറ്റാ രണ്ട് കാര്യം, പ്രകൃതിദത്തമായ കാര്യങ്ങൾ രണ്ടും വിട്ടു കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് വിപണിയിൽ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്? ആക്ച്വലി ഒന്നും തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. എല്ലാം നമ്മൾ പേ കൊടുത്തേ പറ്റൂ. സോ അതുപോലെ തന്നെ നമ്മളെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരണമെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ലൈഫ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പലതരം പ്രതിസന്ധികൾ, അത് ആരിലൂടെ? നമ്മളെ പോലെ തന്നെ ചുറ്റുമുള്ള മറ്റു പല മനുഷ്യരിലൂടെ നമ്മളിലേക്ക് പല അമ്പുകളും വരും. അതിന് ഷീൽഡ് ഇട്ടില്ല എങ്കിൽ നമ്മൾ എത്ര ബിസിനസ് നമ്മൾ കാര്യങ്ങളൊക്കെ എടുത്ത് കാലുവെക്കാൻ നോക്കിയാലും വീണ്ടും 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 നമ്മളെ താഴേക്ക് പഠിച്ചിടും. ഇതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് എന്താണ്, ക്രാബ് ടാപ്പ് എന്ന് പറയുന്നത്. ക്രാബിന്റെ അർത്ഥം എന്താ? ഞണ്ടിന്റെ ഞണ്ട് ട്രാപ്പാണ്. എങ്ങനെ സംഭവം എന്താ? ഞണ്ട് എന്ത് ചെയ്യും? ചെറുക്കി പിടിക്കും. ഈ ഞണ്ട് ഒരു കൂട്ടം ഞണ്ടുകളെ ഒരു കുപ്പിക്കകത്ത് ഒരു പാത്രത്തിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഞണ്ട് കയറി രക്ഷപ്പെടാൻ നോക്കും, മറ്റു ഞണ്ട് എന്ത് ചെയ്യും? അത് അവന്റെ കാല് വെച്ച് താഴേക്ക് വലിച്ചിടും. യെസ്, സെയിം തിങ്. നമ്മൾ എങ്ങനെയൊക്കെ നമ്മളെ രക്ഷപ്പെടാൻ നോക്കണമെങ്കിലും പിന്നെ നിന്ന് പിടിച്ചു വലിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ മറ്റൊരു സ്റ്റോറി പറയണെങ്കിലോ, ഒരു കൂട്ടം തവളകൾ ഒരു പൊട്ടക്കിണറ്റിനകത്ത് കിടപ്പുണ്ടായിരുന്നു. ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന തവളകളെല്ലാം രക്ഷപ്പെടാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ കുറെ ആൾക്കാർ നെഗറ്റീവ് അടിച്ചു, കുറെ ആൾക്കാർ പിന്മാറി. അതില് ഒരാള് എന്ത് ചെയ്തു? പിന്മാറിയില്ല. ആ തവള എന്ത് ചെയ്തു? ചാടി 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 ഒരു വിധത്തില് ആ പൊട്ടങ്ങിന്റെ നിന്ന് രക്ഷപ്പെട്ടു. ആക്ച്വലി ആ തവളയ്ക്ക് എന്താ പറ്റി? എങ്ങനെ ആ തവള രക്ഷപ്പെട്ടെ? ഇത്രയും തവള കൂട്ടത്തിനകത്ത് ഒരു തവള മാത്രം രക്ഷപ്പെട്ടെ. എങ്ങനെ രക്ഷപ്പെട്ടു? ചെവി കേൾക്കാൻ യാ, ചെവി കേൾക്കാൻ പറ്റത്തില്ല തവള. മീൻസ് ആ തവളയ്ക്ക് ചെവി കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് ആ തവള രക്ഷപ്പെട്ടു. അപ്പോഴും നമ്മളും എന്ത് ചെയ്യണം? ചില സ്ഥലങ്ങളിൽ ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ പോലെ, ചെവി കേൾക്കാൻ കഴിവില്ലാത്ത ആളെ പോലെ നമ്മൾ അഭിനയിക്കണം.
എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം കേൾക്കാൻ പോയാൽ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ അഭിപ്രായം കേട്ട് നിന്നാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ അഭിപ്രായങ്ങൾ പറയുന്ന എല്ലാ ആൾക്കാരും ഈ പറഞ്ഞതുപോലെ നമ്മളെ സക്സസിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ ഈ സെഷൻ കേട്ടോണ്ടിരിക്കുന്ന എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. വിൽസി, നമുക്ക് നോക്കാം. സോ അപ്പോ ഇതുപോലെ തന്നെ എന്ത് ചെയ്യും, പല തരത്തിലുള്ള ആൾക്കാര് നമ്മളിലേക്ക് വരും, പല പരീക്ഷണങ്ങളും നമുക്ക് തരും. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ പന്താകുകയാണ് എങ്കിൽ നമ്മളെ എന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ. ആ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര് നമ്മുടെ കുടുംബത്തിന് തന്നെയുണ്ട്, വീട്ടിനകത്ത് തന്നെയുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഒരുവിധം നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിലോ, നമ്മുടെ ഫാമിലിക്കകത്തുള്ള ബന്ധുക്കളുണ്ട്, പിന്നെ സുഹൃത്തുക്കളുണ്ട്. ഒക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒരു ഉപയോഗമില്ലാത്ത നാട്ടുകാർ ഇറങ്ങും. നാട്ടുകാർ, വീട്ടുകാർക്ക് പ്രശ്നമില്ല, ബന്ധുക്കൾക്ക് പ്രശ്നമില്ല, സുഹൃത്തുക്കൾക്ക് പ്രശ്നമില്ല, പക്ഷെ നാട്ടുകാർക്ക് പ്രശ്നമാണ്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ആ ആ എനിക്ക് ഇച്ചിരി സ്ഥലം വിൽക്കാനുണ്ട് കേട്ടോ, ആ സ്ഥലം വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി ഒരാൾ വന്ന് കണ്ടു, ടോക്കൺ തന്നു. ആള് തിരിച്ചു പോയപ്പോഴോ വഴിയെ തടഞ്ഞു നിർത്തി. ഹലോ, നിങ്ങൾ എന്തിനാണ് ഇത്രയും പേയ്മെന്റ് കൊടുത്ത് ഈ വസ്തു വാങ്ങാൻ പോകുന്നത്? നിങ്ങൾക്ക് അറിയോ പണ്ടൊരാൾ അവിടെ തൂങ്ങി മരിച്ചിട്ടുണ്ട് കേട്ടോ. ആ വസ്തു വാങ്ങിച്ചിട്ട് വേറെ പരിപാടിയിലുണ്ട് നിങ്ങൾക്ക്. അയ്യോ ആണോ? ആ ശരി. ഹലോ, നമുക്ക് താല്പര്യമില്ല കേട്ടോ, സോ ടോക്കൺ തിരിച്ചു തരുമെങ്കിൽ കൊള്ളാമായിരുന്നു. സി അല്ലെങ്കിൽ ആ കച്ചവടം നടത്താനുള്ള സഹായങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ കച്ചവടം നടക്കാതെ പോയ പുള്ളിക്ക് എന്താണ് നേട്ടം? അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരിക്ക് എന്താ മനസ്സുഖം. നേട്ടം? ഇയാള് മനസ്സുഖം. കുറച്ചും ഞങ്ങളുടെ കൂടെ നാട്ടില് എന്ന് കഷ്ടപ്പെടാനാണോ? പറഞ്ഞാൽ പ്രോപ്പർ നമ്മുടെ നാട്ടിലല്ല, ബട്ട് ഞങ്ങളുടെ നാട്ടിന്റെ ആ ഏരിയയിൽ എവിടെയോ ഞാൻ ഫ്ലക്സ് ആയി കണ്ടിട്ടുണ്ട്, നിങ്ങളെ സോഷ്യൽ മീഡിയ ഫ്ലക്സ് കണ്ടിട്ടുണ്ടാവും. അവിടെ ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കല്യാണം പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കുറെ കല്യാണ മുടക്കികളുണ്ട്. ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കല്യാണം അങ്ങ് മുടക്കും. സി എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് എനിക്കറിയില്ല. സോ അപ്പോ എനിക്ക് കിട്ടാത്ത യാ, കിട്ടണ്ട. നമുക്ക് കിട്ടാണ്ട് കിട്ടണ്ടാന്ന് യാ, ഒരു മനസ്സുഖം. യാ, സി അപ്പൊ ഇതുപോലെ പരീക്ഷണങ്ങൾ നമ്മുടെ ചുറ്റും വന്നുകൊണ്ടേക്കും. മറ്റുള്ള ആൾക്കാരുടെ വാക്കുകൾ പന്താകാതെ, നമ്മുടെ ഞണ്ടിന്റെ ട്രാപ്പിൽ വിട്ടുപോകാതെ, ഒരു കൂട്ടം തവളകൾക്കിടയിൽ പോവാതെ, ഒരു കേൾവി ഇല്ലാത്തൊരു അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, യാ. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കുന്ന മൂന്നാമത്തെ പോയിന്റ്, ഇതുവരെയും നിങ്ങൾ ഫേസ് ചെയ്യാത്തതും എന്നാൽ ഫേസ് ചെയ്ത് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് തരും. അതായത് നിങ്ങളുടെ എൻ്റെ ലൈഫിൽ ഇതുവരെയും ഫേസ് ചെയ്യാത്തതും എന്നാൽ നേരത്തെ ഫേസ് ചെയ്തതുമായിട്ടുള്ള കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ലെവലിലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നിങ്ങൾ തരും. നമുക്ക് തോന്നും, നേരത്തെ പറഞ്ഞില്ലേ, ചില സമയങ്ങളിൽ വിട്ടുപോകുന്നു മനസ്സൊക്കെ. ചില സമയങ്ങളിൽ നമ്മൾ കരുതും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന വേദന, അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത ഒരു പരീക്ഷണമാണ് തരുന്നതെന്ന്. ഇവിടെ നല്ല ടഫായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കടുകട്ടിയായിരിക്കും ആ സംഭവം, ആ ഒരു പരീക്ഷണം. ആ പരീക്ഷണം ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് നിലവിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ചെറിയ പരീക്ഷണങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, ഇത് കുറച്ച് വലിയൊരു വെല്ലുവിളി ആയിരിക്കും. വലിയ വെല്ലുവിളിയും ആയിരിക്കും, അതുപോലെ തന്നെ വലിയ വലിയ തടസ്സങ്ങളുമായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളോ വീഡിയോ ഗെയിംസ് കളിച്ചിട്ടുണ്ടാവും. വീഡിയോ ഗെയിംസ് കളിക്കുമ്പം ലെവൽ 1, ലെവൽ 2, ലെവൽ 1 പോലെ എളുപ്പമല്ല. 2, 3 എന്തായിരിക്കും 2 പോലെ എളുപ്പമായിരിക്കില്ല. 4, 3 പോലെ എളുപ്പമാവില്ല. അപ്പൊ ഓരോ ലെവൽ കഴിയും തോറും, അതായത് നിങ്ങളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ നിന്നും അടുത്ത തലങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുകളിലേക്ക് കയറും തോറും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികൾ വലുതായിരിക്കും. എന്തിനാണ് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുമ്പോഴും പ്രതിസന്ധികൾ വലുതായി വലുതായി വരുന്നത്? നമ്മളെ പാകപ്പെടുത്തിയെടുക്കാൻ. പാകപ്പെടുത്തിയെടുക്കാൻ. വേറെ നമുക്ക് കുറച്ചും കൂടി ധൈര്യവും ധൈര്യവും കഴിയുമ്പോ കാര്യങ്ങൾ അതുപോലെ പാകപ്പെടുത്താണ്. ഓക്കെ, വേറെ
ഞങ്ങൾ അപ്പോഴും യൂണിവേഴ്സിറ്റി നിങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു. പരീക്ഷ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കൂടുതൽ എന്താ ഷഹിന എന്താ പറഞ്ഞേ? അല്ല, ലെവൽ 2ലേക്ക് വരുമ്പോ നമ്മള് അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോ എക്സ്പീരിയൻസ്ഡ് ബാക്കിയുള്ളത് ആയ മാറി. ഓക്കെ, വേറെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയില്ല. സി ലെവൽ 2 ലെവൽ നമുക്ക് 3 ലെവൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ 4ലേക്ക് കഴിയും. വരുമ്പോ ഡിഗ്രിയിലോട്ട് പോകാനായിട്ട് നമ്മൾ പ്രാപ്തമാക്കുക. നമ്മൾ പ്രാപ്തനാണ്. അതിനെ ഓക്കെ, അതൊക്കെ ഓക്കെ. വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത പ്രശ്നങ്ങളെയൊക്കെ പോകാനായിട്ട് മികച്ചതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മികച്ചതായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പ്രോപ്പർ അതായത് ആൻസർ കിട്ടി. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉള്ള ഒരു സംഭവം. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സംഭവം ചിലപ്പോ ഈസി ആയിരിക്കും. ബോൾഡ് ആവാൻ. ഓക്കെ, വേറെ നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി. വിജയിപ്പിക്കാൻ. ഓക്കെ, വേറെ നമ്മളപ്പോഴും യൂണിവേഴ്സ് വിശ്വസിക്കുന്നുണ്ടോന്ന് അറിയാം. യൂണിവേഴ്സ് വിശ്വസിക്കുന്നുണ്ട് അറിയാം. ടു ഇൻക്രീസ് സ്ട്രെങ്ത് ചെയ്യാനായിട്ട്. ഓക്കെ, വേറെ പ്രോപ്പർ ആയിട്ട് ആൻസർ കിട്ടിയില്ല. സി ഒന്നും കൂടെ ശ്രദ്ധിച്ചേക്കാം ഞാൻ പറഞ്ഞ കാര്യം. എന്തുകൊണ്ട് അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെല്ലുവിളികൾ വലുതാകുന്നു? എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം? നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. പ്രിപ്പയർ ചെയ്യുന്നത് അതൊക്കെ നമ്മളെ ശരിയാണ്. ഒരു സ്ട്രോങ് ആക്കാൻ. സ്ട്രോങ് ആക്കാൻ അതൊക്കെ ശരിയാണ്. സ്ട്രെങ്ത്. ഓക്കെ, അതൊക്കെ ശരിയാണ്. ഉയരുന്നത് കൊണ്ടാണോ സാറേ? എന്താണ് ഫ്രീക്വൻസി ഉയരുന്നത് കൊണ്ടാണോ? ഫ്രീക്വൻസി വരുന്നോണ്ടല്ല. ഫ്രീക്വൻസി വരുന്നത് അതൊക്കെ നല്ല നമുക്ക് കാര്യമാണ്. See, വിശ്വാസം ഞാൻ പറയാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഞാൻ പറയാം. അയ്യാ, സെക്കൻഡ് തലത്തിലേക്ക് പോകുന്നു. റിവാർഡ് വലുതായതുകൊണ്ട്. റിവാർഡ് വലുതെന്ന് പറയാൻ എന്താ അതിനർത്ഥം? പ്രതിഫലം അതിന് കിട്ടുന്ന നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് വലുതാവും തോറും നമ്മുടെ ചലഞ്ചസുകൾ വലുതായിക്കൊണ്ടിരിക്കും. ശരിയാണോ അല്ലേ? നിങ്ങൾ ചെറിയ ചലഞ്ച്, ചെറിയ വെല്ലുവിളികൾ നേരിടുന്നെങ്കിൽ അതിന്റെ റിവാർഡ് ചെറുതായിരിക്കും. ലോ റിസ്ക് ആണെങ്കിൽ റിസൾട്ട് ലോ ആയിരിക്കും. ഹൈ റിസ്ക് ആണെങ്കിൽ ഹൈ റിസൾട്ട് ആയിരിക്കും. ശരിയാണോ അല്ലേ? സെയിം തിങ്. യാ. അപ്പോ ഇന്നൊരു ഡിസിഷൻ എടുക്കേണ്ടത്, വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ കാലുകൾ പിന്നിലേക്ക് വെക്കുവോ അതോ കാലുകൾ മുന്നിലേക്ക് വെക്കാനായിട്ട് നോക്കൂ? എന്തിനാ? വലിയ റിവാർഡ്സ് കിട്ടണമെങ്കിൽ വലിയ പ്രതിസന്ധികളെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്ന് ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വ്യക്തികളെയും നോക്കി, നിങ്ങൾ ഏതൊരാളെടുത്ത് നോക്കിയാലും ആ വ്യക്തികളെല്ലാം ഇന്ന് വലിയ വലിയ പ്രതിസന്ധികളിലൂടെ പോയിട്ട് ആ തരണം ചെയ്ത ചലഞ്ചസ് എല്ലാം തരണം ചെയ്തിട്ടാണ് സക്സസ് നിൽക്കുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ ഒരു ഏറ്റവും മോട്ടിവേറ്റ് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ആൾ. പുള്ളിക്കാരന് എത്ര പ്രതിസന്ധിയിലൂടെ പോയിട്ടുണ്ട്. ഏതൊരു വ്യക്തി എടുത്തോ. നല്ല സൂപ്പർ കമന്റ് ആണ്. പ്രതിസന്ധി മാത്രമേ ഉള്ളൂ, റിസൾട്ട് ഇല്ല. ഞാൻ ഇന്ന് എന്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് വായിച്ചു ഇന്നത്തെ എന്റെ സ്റ്റാറ്റസ് നമ്മുടെ വാട്സപ്പില്? ഞാൻ വായിച്ചു. പറയൂ, അത് വായിച്ചു പറയൂ. പെട്ടെന്ന് എന്റെ സ്റ്റാറ്റസ് നോക്ക്. പറയാൻ പറ്റില്ല. മറ്റൊരാളുടെ സ്വപ്നം എന്ന് പറഞ്ഞതാണ്. അതെ, മറ്റൊരാളുടെ സ്വപ്നം. എന്താ പറഞ്ഞിരിക്കണത്? അതായത് നിങ്ങൾക്ക് സാധാരണയാണെന്ന് തോന്നുന്ന ഒരു ദിവസം വേറൊരാൾക്കത് ദിവസമായിരിക്കും. നിങ്ങളുടെ സാധാരണ ദിവസം കാര്യങ്ങൾ മറ്റൊരാളുടെ സ്വപ്നമായിരിക്കും. നിങ്ങൾ നിസ്സാരമായി കാണുന്ന ഞാൻ കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ സാധാരണ ദിവസം ആരുടെയെങ്കിലും സ്വപ്നമാണ്. അതിനാൽ എല്ലാ ദിവസവും നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ സാധാരണ ദിവസം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ സാധാരണ കരുതുന്ന സംഭവങ്ങളെല്ലാം ആരുടെയൊക്കെയോ സ്വപ്നമാണ് അതൊക്കെ. ഒന്ന് ആലോചിച്ചേ. അപ്പോ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ രാവിലെ ഉറക്കം എണീക്കാൻ പറ്റി. എത്രയോ ആൾക്കാർ കിടപ്പ് രോഗികളാണ്. രോഗി മീൻസ് 60-70 വയസ്സ് കാര്യമെല്ലാം പറയണത്. ഈവൻ 8 വയസ്സായിക്കോട്ടെ, 10 വയസ്സായിക്കോട്ടെ, 15, 25, 35, 45, 55. എത്രയോ ആൾക്കാർ. നമുക്ക് അറ്റ്ലീസ്റ്റ് രാവിലെ എണീറ്റ് സ്വന്തമായിട്ട് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ബെഡ് റിഡൻ്റ് ആകുമ്പോൾ മറ്റൊരാളുടെ സഹായത്താൽ ടോയ്ലറ്റ് പോകുന്ന ഒരവസ്ഥ. എത്ര ദിവസം
10 ദിവസമൊക്കെ നമ്മൾ സഹായിക്കുക. 15 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ റിഗ്രറ്റ് ആവും. ഷു, അവരെന്തിനാണ് ബുദ്ധിമുട്ട് എന്റെ വേസ്റ്റ് ഒക്കെ എടുക്കാനായിട്ട്. അതിന് ഭാര്യ ആയിക്കോട്ടെ, ഇപ്പം ഏറ്റവും ക്ഷമയുള്ള ആള് അമ്മയും. അമ്മ അച്ഛനെ പിന്നെ എത്രയോ ഡിസ്റ്റൻസ് വേണം നിർത്താൻ പറ്റും. ബട്ട് അമ്മ. അപ്പോ നമ്മുടെ ഓരോ ദിവസത്തെയും ബേസ് നോക്കുമ്പോ പ്രതിസന്ധി മാത്രമേ ഉള്ളൂ, റിസൾട്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അവിടെ എന്താണ് സംഭവം? അവിടെ എന്തില്ലായ്മ കൊണ്ടാണ്? ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ടാ. സന്തോഷം. അവിടെയും തമ്പുരാന്റെ ഒരു പരീക്ഷണമല്ലേ ആക്ച്വലി, ഇവൻ നന്ദിയുള്ളവനാണോ അല്ലേ നോക്കാനായിട്ട്. അതെ. പിന്നെ അപ്പൊ നമുക്ക് റിസൾട്ട് തരുമോ? സി സത്യാണ് സാറ് പറഞ്ഞത്. എന്റെ അമ്മ കഴിഞ്ഞ 10 വർഷമായിട്ട് കുഴഞ്ഞു പോയിട്ട് വീൽ ചെയറിലും കിടപ്പിലാണ്. ഞാനാ നോക്കുന്നത്. എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. യാ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് സംസാരിച്ചത് എന്തായിരുന്നു? വലിയ വലിയ പ്രതിസന്ധികൾ നമുക്ക് തരും. സോ അവിടെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാതെ പകരം ആ വെല്ലുവിളികളെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ശക്തനാക്കാനാണ്, വലിയ വലിയ റിസൾട്ട് എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യണം. സോ പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഞാൻ തുടക്കത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചു. സോ ഒരു വെല്ലുവിളിയും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ സ്വയം ഉറപ്പിക്കണം. അഫർമേഷൻ ആണ് അതൊക്കെ. ഞാൻ അത്രയും പവർഫുൾ ആണ്, ഞാൻ അത്രയും പവർഫുൾ ആണെങ്കിലോ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യും. എത്ര വലിയ പ്രതിസന്ധി വന്നാലും, റൈറ്റ്? അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇതിനകത്തിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അമ്മമാരാണ്. അതായത് കുഞ്ഞിന് പ്രസവം കൊടുത്ത് കുഞ്ഞിനെ വളർത്തി വലിയ വലിയ ആളാക്കിയതും അതുപോലെ ഇപ്പോൾ കൊച്ചുകുട്ടികളാക്കിയതും അമ്മമാരുണ്ട് അതിൻ്റെ അകത്ത്. നിങ്ങൾ ആ ഗർഭം സ്റ്റാർട്ട് ചെയ്ത് ആ പ്രസവിക്കുന്നത് വരെ ബിറ്റ്വീനുള്ള ടൈമില് എത്ര വലിയ പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്തു. ആ പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്ത് 10ാമത്തെ മാസം അല്ലെങ്കിൽ 9ാമത്തെ മാസം എത്ര മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു നിങ്ങൾ. ആ ഒരു വലിയ പ്രോസസ് അല്ലേ? ആ 10 മാസം 9 മാസം നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത വേദന, പെയിൻ, ടെൻഷൻ, ഡിപ്രഷൻ ഇതെല്ലാം ഫേസ് ചെയ്തിട്ട് ആ 10ാമത്തെ മാസം ഡെലിവറി ഡേറ്റിന്റെ അന്നാണ് നിങ്ങൾക്കുള്ള സന്തോഷം. അത് ആർക്കെങ്കിലും പറഞ്ഞറിയാൻ പറ്റുമോ? ഒരുപക്ഷെ അമ്മ അനുഭവിക്കുന്നതിന്റെ ഹാപ്പിനെസിന്റെ പകുതി അച്ഛന് ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ എത്ര 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 പവർഫുൾ ആണ്. അപ്പൊ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അറിയാം. ഞാനും മനുഷ്യനാണ്, എനിക്കും ഒരുപാട് നെഗറ്റീവ് ചിന്തകളൊക്കെ വരും, പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും, തടസ്സങ്ങളൊക്കെ വരും. ആ സമയത്ത് ആ പോയിന്റ് ഞാനൊന്ന് ഡൗൺ ആവും. സോ വൈ ഇറ്റ്സ് ഹാപ്പൻ, ലൈക്ക് കോമൺ മാനെ പോലെ തന്നെ ഞാൻ ചിന്തിക്കും. ബട്ട് ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന പോലെ എന്താ പറയോ, ഞാൻ കഴിഞ്ഞു പോയ ഒരുപാട് നാള് മുമ്പുള്ള പല പ്രതിസന്ധികളെ കുറിച്ച് ഞാൻ ആലോചിക്കും. ആ പ്രതിസന്ധി വന്ന സമയത്ത് ഞാൻ ഇതേപോലെ വീണുപോയി, പക്ഷെ ഞാൻ ഓവർകം ചെയ്തു. ഇന്ന് എനിക്കൊരു പ്രതിസന്ധി തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇതിനെക്കാളും വലിയ കാര്യങ്ങളാണ് ഞാൻ യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തിയത്. പിന്നെയാണോ ഈ ഒരു ചില്ലി കാര്യം? ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ സ്വയം എന്നെ മോട്ടിവേഷൻ കൊടുത്ത് എന്ത് ചെയ്യും? എന്താണോ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യും. ചിലപ്പം അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ കൊടുക്കേണ്ടി വരില്ല. ചിലപ്പോൾ അവിടെ സൈലൻസ് ആണ്, അല്ലെങ്കിൽ മൗനമായിരിക്കും ചിലപ്പോൾ അവിടെ വേണ്ടത്. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും വായ തുറന്ന് സംസാരിക്കേണ്ടി വരാണ്ടാവും. ഡിപ്പെൻസ് ഓൺ എ സിറ്റുവേഷൻ. അല്ലാതെ ആ പ്രതിസന്ധി ഒന്നും അയ്യോ ഇനി എന്ത് ചെയ്യും, വേറെ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് താടിക്ക് കൈയും കൊടുത്ത് ഇരുട്ട് റൂമിൽ മൂലയിൽ എവിടെയും പോയിരുന്നോ, കട്ടിൻ്റെ അടിയിൽ പോയിരുന്നിട്ടോ കുറെ നേരം ഉറങ്ങിയിട്ടോ ഒന്നും കാര്യമില്ല. ഇതൊക്കെ സംഭവിക്കുന്ന എവിടെയാ? ബ്രേക്കപ്പ്. പ്രണയിച്ച ആൾ നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ അവസ്ഥ, ഡിവോഴ്സിന്റെ കാര്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള റിലേഷൻ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ. ഐ നോ ദാറ്റ്. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, എനിക്കത് മനസ്സിലാവും.
ആ സമയത്തുള്ള പെയിൻ എന്താണ്, ആ സമയത്തുള്ള ഇത് എന്താണ്, വേദന എന്താണ്, ആ സമയത്തുള്ള വീക്ക്നെസ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും പല സമയങ്ങളുടെ ഇതേ സിറ്റുവേഷനിലൊക്കെ ഫേസ് ചെയ്ത് ഞാൻ പോയിട്ടുള്ളതാണ്. പക്ഷെ ഈ നിമിഷവും കടന്നു പോകും. രണ്ടാമത്തെ കാര്യം, ഒരു പ്രശ്നവും നിങ്ങളുടെ ഇൻവോൾവിങ് ഇല്ലാതെ ഒരു പ്രശ്നം സ്റ്റാർട്ട് ആവുന്നില്ല. ഒരു പ്രശ്നവും നിങ്ങളുടെ ഇൻവോൾവിങ് ഇല്ലാതെ പ്രശ്നം സ്റ്റാർട്ട് ആവാറില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോ, നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് എന്തോ സുഖം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്. എക്സാക്ട്ലി, കറക്റ്റാ. നിങ്ങൾക്ക് സുഖം കിട്ടാതെ അടുത്ത് നിങ്ങൾ ദുഃഖിക്കില്ല. ഇല്ല. ഒരു സ്ട്രെയിഞ്ചർ റോഡിൽ കൂടെ പോകുന്ന ഒരു സ്ട്രെയിഞ്ചർ നിങ്ങളുടെ തോളിൽ തട്ടിയിട്ട് പോയി, നിങ്ങൾ കരയോ? ഇല്ല. തട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞാൽ നടന്നു പോയപ്പോ നിങ്ങളുടെ തോളിൽ ഇടിച്ചിട്ട് എങ്ങ് പോയി, നിങ്ങൾ തിരിഞ്ഞു നോക്കുമായിരിക്കും, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് നടക്കും. Yes. പക്ഷെ നിങ്ങൾ അറിയുന്നുള്ള ഒരാളാണ് നിങ്ങളെ തോളിൽ തട്ടിയിട്ട് പോയല്ലേ, ഇടിച്ചിട്ട് പോകണമെങ്കിൽ, എന്നാലും അവൻ ഇടിച്ചല്ലോ, അവൻ എന്തിനാ എന്നെ അതെ, ഇടിച്ചേ, അതെ. അവൻ എന്തിനാ എന്നെ തട്ടിയേ, ഞാൻ എന്ത് അവന് ചെയ്തോ? സോ നിങ്ങൾക്ക് സങ്കടം വന്നു. നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചു, ഒരുപാട് സുഖം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് സങ്കടമാണ്, ആവശ്യം ഉണ്ടാവുന്നത്. സോ ഈ ഒരു ലൈന് മറക്കരുത്. സുഖം കിട്ടുന്നിടത്ത് മാത്രമേ നിങ്ങൾക്ക് ദുഃഖം കിട്ടുള്ളൂ. സുഖം കിട്ടാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ആരെയും ദുഃഖിപ്പിക്കാൻ, മീൻസ് നിങ്ങളെ ആർക്കും ദുഃഖിപ്പിക്കാൻ പറ്റില്ല. ഇഷ്ടമുള്ളിടത്ത് മാത്രമേ നമുക്ക് ദുഃഖം പറ്റുള്ളൂ, അല്ല പറ്റില്ല. സോ ചിന്തിക്കാണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു, വലിയ വലിയ പ്രതിസന്ധികൾ നിങ്ങൾക്ക് നൽകും. ഇനി നാലാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് നോർമലി നമ്മളെ എന്താണ് ലൈഫിൽ പലതരത്തിലുള്ള മനോഹരമായിട്ടുള്ള പല കാര്യങ്ങളും ഒരു എന്താണ് ഫ്ലാഷ് ലൈറ്റ് പോലെ, ഒരു മിന്നായം പോലെ നിങ്ങൾക്ക് കാണിച്ചു തരും. നല്ല നല്ല മൊമെന്റ്സ് ആയിരിക്കും തരാൻ പോകുന്നത്. ലൈക്ക് നിങ്ങൾ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ചെയ്തുകൊണ്ട സമയത്ത് പെട്ടെന്നൊരു ഒരു ആ, ഒരു സുപ്രഭാതത്തിൽ വന്നെന്നൊക്കെ പറയുന്നില്ലേ, ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വരും, കാര്യങ്ങളൊക്കെ ചെയ്യും, അതുപോലെ തന്നെ ആൾ പോവുകയും ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കാര്യങ്ങളൊക്കെ, അതായത് അത് ശാശ്വതമായിട്ട് നിൽക്കത്തില്ല, പക്ഷെ നിങ്ങൾക്കൊരു അടയാളം തരും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ വെച്ച് സംസാരിക്കാം. എൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഞാൻ 2023 ഓഗസ്റ്റ് 16 ഈ വിദേശത്ത് വരണം, ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു ഡെഡ് ലൈൻ ഇട്ട്. എന്നാണ് ഓഗസ്റ്റ് 16 ഞാൻ പോസ്റ്റ് വിഷൻ ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചതാ. ആ സമയത്ത് ഒരു ഉറപ്പുമില്ല എന്താ 16 ഞാൻ വിദേശത്ത് പോകുന്നു. വിചാരിച്ചതുപോലെ തന്നെ 16 വിദേശത്ത് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. പക്ഷെ അന്ന് പോയത്, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ ഉടമസ്ഥര്, താഴത്തെ നിലയിലാണ് അവർ താമസിക്കുന്നത്, ആ താഴത്തെ നിലയിൽ താമസിക്കുന്ന ഉടമസ്ഥര് ഞാൻ ആഗ്രഹിച്ച രാജ്യത്ത് 16 പോയി. ഞാൻ പോയില്ല 16 ഓഗസ്റ്റ് 16 ഞാൻ താമസിച്ചിരുന്ന വീട്ടിന്റെ താഴത്തെ നിലയിലെ ഉടമസ്ഥര് ഞാൻ ആഗ്രഹിച്ച രാജ്യത്ത് അവർ യാത്ര ചെയ്തു. അപ്പോ അതൊരു പരീക്ഷണമാണ് തമ്പുരാൻ. എന്താ, നീ ആഗ്രഹിച്ച ദിവസം നിനക്ക് പോകാൻ പറ്റിയില്ല, പക്ഷേ നീ ഉറപ്പായും പോകും. ഇന്ന് ഞാൻ ആഗ്രഹിച്ച രാജ്യത്ത് കഴിഞ്ഞ 1.25 വർഷമായിട്ട് നിൽക്കുന്നു.
ആ സമയത്ത് ഞാൻ അയ്യോ 16-ാം തീയതിക്ക് പോകാൻ പറ്റില്ല, ഇനി എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, ദൈവമേ എനിക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ലേ, ഞാൻ ഇനി പോകുന്നില്ല, ഞാൻ നിർത്തി, ഇനി ഇതിനോട് പ്രോസസ്സിങ് ഒന്നും ചെയ്യുന്നില്ല, ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നെങ്കിലും എനിക്ക് വരാൻ പറ്റുമായിരുന്നു? ഇല്ല. പക്ഷെ അന്ന് തമ്പുരാൻ, പ്രപഞ്ചം, യൂണിവേഴ്സ് ഒരു അടയാളം കാണിച്ചു. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് ചെയ്തുകൊണ്ടിരുന്നോളൂ, റൈറ്റ് ടൈമിൽ ഞാൻ നിന്നെ അവിടെ എത്തിക്കും. സെപ്റ്റംബർ 27 നവംബർ 27 ഞാൻ ആഗ്രഹിച്ച രാജ്യത്ത് ഞാൻ കാലുകുത്തി. 28 ഒരു 11-12 മണിയായപ്പം ഞാൻ ആഗ്രഹിച്ച ആ രാജ്യത്തിന്റെ ഭൂമിയിൽ ഞാൻ കാലുവെച്ചു. സി, അപ്പൊ നമുക്ക് എന്ത് തരും? സൂചനകൾ തരും. എന്തിന്റെയാ? നീ ആഗ്രഹിക്കുന്ന കാര്യം സൂചനകൾ തരും. ബട്ട് റൈറ്റ് ടൈമിൽ മാത്രമേ നിനക്ക് അതിന്റെ വാതിൽ തുറക്കത്തുള്ളൂ. ഒരു പക്ഷെ എന്തുകൊണ്ട് അപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെ എന്തുകൊണ്ട് അന്ന് ആ ഡേറ്റ് നടക്കുന്നില്ല? അതെന്താ? ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? ബട്ട് അന്നത്തെ ഡേറ്റ് മേ ബി നമുക്ക് അലോ ചെയ്ത് തന്നിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകും. അതുകൊണ്ട് ഈ സമയം നിനക്ക് അനുയോജ്യമായിട്ടുള്ള സമയമല്ല മോനെ, ഇച്ചിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യ്. നീ എന്റെ സ്വീറ്റ് ആയിട്ടുള്ള മോനല്ലേ, സോ ഇച്ചിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യ്. നിനക്ക് മനോഹരമായിട്ടുള്ള സമയം നിനക്ക് ഒരുക്കി തരാം. സമയം ഒരുക്കി, ഹാപ്പി. അപ്പം നമുക്ക് എന്താ തരുന്നേ? സംടൈംസ് പ്രപഞ്ചം നമുക്കൊരു മിന്നായം പോലെ ചില സിഗ്നൽസ് നമുക്ക് തരും. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. അതെ. തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പ്രപഞ്ചം, യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വായ തുറന്ന് നമുക്ക് ഒരിക്കലും ഇപ്പൊ പ്രാർത്ഥന ഒക്കെ അതൊക്കെ ശരിയാണ്. ഞാൻ അതിലേക്ക് എക്സ്പ്ലനേഷൻ പിച്ച് ചെയ്ത് ഞാൻ പോകുന്നില്ല. പക്ഷെ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കുക. യൂണിവേഴ്സ്, പ്രപഞ്ചം എന്നൊക്കെ പറയുന്ന ആ ഒരു ഡിവൈനിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ശക്തിയിലേക്ക് നമ്മള് കാര്യങ്ങൾ വായ കൊണ്ട് പറയുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്, വായ കൊണ്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ യൂണിവേഴ്സിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വേ എന്ന് പറയുന്നത് ഫീലിങ്സ്, ഇമോഷൻസ് മാത്രമാണ്. മനസ്സിലാക്കുക പ്ലീസ്. ഫീലിങ്സ്, ഇമോഷൻസ് മാത്രമാണ് യൂണിവേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ലാംഗ്വേജ്. ഇവിടെ ഒരു ട്രൂത്ത് ഞാൻ വെളിപ്പെടുത്താം, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒറ്റ തവണ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഒരു കാര്യം പ്രപഞ്ചത്തിനോട് ചോദിക്കുകയാണെങ്കിൽ, ചോദിക്കുന്ന ഒരു കാര്യം, ആ കാര്യം ചോദിച്ചു, നമ്മൾ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്ന ലെറ്റ് ഗോ ചെയ്ത് കളഞ്ഞു. കുറെ കഴിഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, ഫീലിങ്സ്, ഇമോഷൻസ് കൊടുക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ ചോദിച്ചത് ഒരു കാര്യം, ഞാൻ ഉള്ളിൽ കൊടുക്കുന്ന ഫീലിങ്സ്, ഇമോഷൻസ് നടക്കുമോ, അതെങ്ങനെ നടക്കും, അത് നടന്ന എങ്ങനെയാകും, എപ്പം നടക്കും, ഞാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ നടക്കുമോ, ഈ തരത്തിലുള്ള സംശയത്തിന്റെ ബേസ് ചെയ്തുള്ള ഫീലിങ്സ്, ഇമോഷൻസ് ആണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചതല്ല അവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഫീലിങ്സ്, ഇമോഷൻസ് ആണ് റിസൾട്ട് കിട്ടാൻ പോകുന്നത്. വിച്ച് മീൻസ് വായ കൊണ്ട് പറയുന്നതല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, ഇമോഷൻസിനാണ് റിസൾട്ട് തരാൻ പോകുന്നത്. അപ്പോ അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒറ്റ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ് മാത്രമാണ് യൂണിവേഴ്സിന് അറിയാവുന്ന ലാംഗ്വേജ്. നിങ്ങളുടെ വായ കൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ പോകുന്നത്. അത് എപ്പോഴും മനസ്സിലാക്കണം. ഗുഡ്, ഓക്കെ. സോ 4-മത്തെ പോയിന്റ് പറഞ്ഞതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ് 5-മത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്താനായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് ലൈക്ക് ചെറിയ ചെറിയ അവസരങ്ങൾ തരും. ചെറിയ ചെറിയ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈക്ക് സംതിങ് ലൈക്ക് ഒരു 60,000-ന്റെ ലോട്ടറി ആണോ ഉള്ളത്, 50,000, 60,000, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു ലോട്ടറി അടിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വെച്ചോ, എത്ര? 50,000-ന്റെ, അല്ലെങ്കിൽ 60,000, 1,00,000-ന്റെ, 10,00,000-ന്റെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഒരു ലോട്ടറി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം, അത് നിങ്ങൾക്ക് അടിക്കാനായിട്ട്. അപ്പൊ അതിനു മുന്നേ തമ്പുരാ എന്ത് ചെയ്യും? ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ ചെറിയ ചെറിയ ലോട്ടറി അടിപ്പിക്കും നിങ്ങള്. എത്രയാ? 500, 100,
1000, 1500, 3000. സോ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആണോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന വലിയ വലിയ ആഗ്രഹങ്ങളുടെ മാനിഫെസ്റ്റേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. ശരിയാ സാർ. നിങ്ങൾക്ക് വലിയ തുക കിട്ടാൻ പോകുന്ന മുന്നേ ചെറിയ ചെറിയ തുകകൾ നിങ്ങൾക്ക് തരും. അതില് നിങ്ങൾ ഓക്കെ ആണോ? രണ്ടാമത്, അതിൽ നിങ്ങൾ കാപ്പബിലിറ്റിയിലോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? അതോ നേരത്തെ പറഞ്ഞില്ല കുരങ്ങിന് കിട്ടിയ പൂമാല പോലെ നിങ്ങൾ പിച്ച് ചെയ്യുന്ന അവസ്ഥയിലാണോ? 500 രൂപ കിട്ടി, 500 രൂപ കിട്ടി, നേരെ രണ്ട് സുഹൃത്തുക്കളെ വിളിച്ച് നേരെ കുഴിമന്തി കഴിക്കാൻ പോയി. കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇമ്പോർട്ടൻസ് ആയിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട്. 300 രൂപ ഒരാൾ അത്യാവശ്യമായിട്ട് കടം വാങ്ങിച്ചു, നാളെ കൊടുക്കാന്നാ നമ്മൾ പറഞ്ഞത്. 5 ദിവസമായി കൊടുത്തിട്ട്. വേണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യായിരുന്നു, ഈ 500 300 രൂപ അവന് കൊടുക്കായിരുന്നു. പക്ഷെ അവൻ ഇമ്പോർട്ടൻസ് കാണിച്ച് എവിടെയാ? മന്തി കഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം ആ കൂട്ടുകാരനോട് ചെയ്യുന്ന ചതി എന്താ? സമയത്ത് നമ്മൾ പൈസ കൊടുക്കുന്നില്ല. നാളെ അവൻ തിരിച്ചു തരും? വീണ്ടും തരത്തില്ല. ബട്ട് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് അവന്റെ മുന്നിൽ കിടന്നിട്ട് ആ റെസ്പോൺസിബിലിറ്റീസ് അവൻ നോക്കാതെ അവ അവന്റെ ഇഷ്ടത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു. അഫ്കോഴ്സ് സെൽഫ് ലവ് ആവശ്യമാണ്, ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കണം, അതൊക്കെ ഓക്കെയാണ്. ബട്ട് മറ്റൊരാളുടെ കാര്യത്തിൽ നമ്മൾ ഇത് മറ്റൊരാളുടെ പൈസ അല്ലെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് അതിന് തിരിച്ച് കൊടുക്കാതെ നമ്മളെ കാര്യം നോക്കിക്കൊണ്ടിരുന്നാൽ അത് വേർത്തിട്ടുള്ള കാര്യമല്ല. സോ വളരെ പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ പ്രപഞ്ചം പല തരത്തില് നമ്മുടെ മുന്നിൽ അഞ്ചാമത്തെ ഒന്നുകൂടി പറയാവോ? എന്താ? അഞ്ചാമത്തെ ഒന്നുകൂടി പറയാവോ? അഞ്ചാമത്തത്, നമുക്ക് തമ്പുരാൻ അല്ലെങ്കിൽ പ്രപഞ്ചം ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളില് ചെറിയ ചെറിയ സക്സസ് കാണിക്കും. ആ സക്സസിൽ നമ്മൾ എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആണോ, അതിനനുസരിച്ച് എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണോ, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആഗ്രഹിച്ച ആ വലിയ തലങ്ങളിലേക്കുള്ള യാത്ര. ഓക്കെ, സോ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ പെട്ടുപോകാതെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നമുക്ക് ഫുൾഫിൽനെസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം ഒരു എക്സാമ്പിളോട് പറയാം. നിങ്ങൾ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്റർവ്യൂ പങ്കെടുക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാതെ ക്രിക്കറ്റും കളിച്ച് ടിവിയും കണ്ട് ഡാൻസും കളിച്ച് നടന്നിട്ട് എല്ലാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സാറേ തമ്പുരാന്റെ പരീക്ഷണമാണെന്ന് തോന്നുന്നു, ജോലി കിട്ടുന്നില്ല. ഇതിൽ പറഞ്ഞ കാര്യമുണ്ടോ? കാര്യമില്ല. ആ വ്യക്തി പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്ത ആൾക്ക് റിസൾട്ട് കൊടുക്കുവോ, അതോ ക്രിക്കറ്റ് കളിച്ച് നടന്ന ആൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇത് കൊടുക്കുവോ, റിസൾട്ട് കൊടുക്കുവോ? ഇല്ല. പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്ത ആൾക്ക് മാത്രമേ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കത്തുള്ളൂ. കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ ഇടുന്ന ഒരു അധ്വാനവും വെറുതെ പാഴായി പോകില്ല. ഒന്നുകിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ട്, ആ ഇടുന്ന എഫേർട്ട് ഏത് മേഖലയിലാണ് ഇടുന്നത് അവിടെ റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അതിനുള്ള റിസൾട്ട് തന്നിരിക്കും. അത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്. 12 നിയമങ്ങളുണ്ട് പ്രപഞ്ചത്തില്. 12 യൂണിവേഴ്സൽ ലോസ്. 12 യൂണിവേഴ്സൽ ലോസ് നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിലെ ഒരു ലോയാണ് നമ്മൾ പഠിക്കുന്നത്, ദ ലോ ഓഫ് അട്രാക്ഷൻ. സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് നമ്മുടെ അനുഭവമാണല്ലോ ഏറ്റവും വലുത്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ് ദ ലോ ഓഫ് വൈബ്രേഷൻ. ദ ലോ ഓഫ് വൈബ്രേഷൻ പഠിച്ചാണ് ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കേണ്ടത്. സോ വേറെ 2 ലോ ആണ് ഇതില്. ദ 12 ദ ലോ ഓഫ് 12 യൂണിവേഴ്സൽ ലോസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പഠിക്കുന്നത് നമ്മൾ ഒരെണ്ണമാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് പഠിക്കണം മറ്റൊരു കാര്യമാണ് ദ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പറയുന്നു പല പ്രതിസന്ധികൾ വരും. ഇനി മുതലെങ്കിലും പ്രതിസന്ധികൾ ഇപ്പൊ മനസ്സിലായി. സോ അതിനെ തരണം ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മള് ചാടിക്കിടക്കണം നമ്മള്, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തളർന്നു വീഴും. ആരാണ് കുതിച്ച് പായുന്നത് അവന് ഉറപ്പായിട്ടും സക്സസ് ആവും.
കാര്യം ഇന്നത്തെ ലോകം വളരെ ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റാണ്. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് ഞാൻ പറയാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് മൊമെന്റിന് വെയിറ്റ് ചെയ്യരുത്. പെർഫെക്ഷൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും പറ്റില്ല. ഒരു മനുഷ്യനും 100% പറ്റില്ല പെർഫെക്ഷൻ. പക്ഷെ നിങ്ങൾ പെർഫെക്ഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. ഒരു കാര്യം ചെയ്തുകൊണ്ട് മാത്രമേ പെർഫെക്റ്റ് ആവുള്ളൂ. ഞാൻ എൻ്റെ ബേസിക് കോഴ്സ് ഫെബ്രുവരി 19 2024 സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഫസ്റ്റ് ബേസിക് കോഴ്സ് എടുത്ത ഒരു വ്യക്തിയുടെ ആ അവസ്ഥയിലല്ല ഞാൻ ഇപ്പൊ റീസെന്റ് എടുത്ത ബേസിക് കോഴ്സ് 29 എൻ്റെ അവസ്ഥ. ഞാൻ ആനയും ആട്ടുകുട്ടി എന്നുള്ള അന്തരത്തിന് ഞാൻ വളർന്നിട്ടുണ്ട്. എങ്ങനെ? പ്രാക്ടീസ് എങ്ങനെ ചെയ്താണ് അപ്ഗ്രേഡ് ആയത്. ഞാൻ ഒരിക്കലും എൻ്റെ പെർഫെക്ഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് മൊമെന്റ് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ഈ നിമിഷമാണ് എൻ്റെ പെർഫെക്റ്റ് മൊമെന്റ്. ഇന്ന് ഈ നിമിഷമേ ഉള്ളൂ നമുക്ക്. ആക്ച്വലി നാളെ നമുക്കില്ല, ഇന്നലെ നമുക്ക് കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇന്നെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ എങ്ങനെയായിരുന്നോ അതിന്റെ 2 ഇരട്ടി ബുദ്ധിമുട്ടിലായിരിക്കും നിങ്ങൾ നാളെ ഈ നിമിഷം ഇരിക്കുമ്പോൾ. ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ ഇതേ സമയം നിങ്ങൾ റിഗ്രറ്റ് അടിക്കും. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളം? പശ്ചാത്താപം, കുറ്റബോധം നിങ്ങൾക്ക് തോന്നും. ഇന്ന് പശ്ചാത്താപവും കുറ്റബോധവും തോന്നാൻ കാരണക്കാരനാരാ? നിന്റെ അമ്മ, നിന്റെ അച്ഛൻ, നിന്റെ കുഞ്ഞമ്മ, നിന്റെ കൊച്ചച്ഛൻ, നിന്റെ സഹോദരൻ? ഒരിക്കലും നമ്മൾ അല്ല. തന്നെ. നമ്മൾ തന്നെ. ഞാൻ ഞാൻ തന്നെ. ഇന്ന് എനിക്ക് ഒന്നും നേടാൻ പറ്റുന്ന, എനിക്ക് പൈസ ഇല്ല, എനിക്ക് ജോലി ഇല്ല, എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ കാരണം ഒരേ ഒരാളാണ്, അത് ഞാനാണ്. അപ്പൊ പറയാം, അയ്യോ അങ്ങനെയല്ല, കുടുംബക്കാർ പ്രശ്നമാണ്, അമ്മ പ്രശ്നമാണ്, അച്ഛൻ പ്രശ്നമാണ്, ഭാര്യ പ്രശ്നമാണ്, ഭർത്താവ് പ്രശ്നമാണ്. ഞാനാണ് പ്രശ്നക്കാരൻ. ഞാൻ ഓക്കെ ആയ എല്ലാം ഓക്കെയോ? ഞാൻ എല്ലാ ഫ്രീ സെഷനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അന്ന് ചോദിച്ചു, എത്ര 1 മാസം മുമ്പ് എന്താ ചോദിച്ചേന്ന്? ഇനിയും വൈകിട്ടുണ്ടോ? ഇല്ലെന്ന് പറയാൻ നിങ്ങൾ പോയിട്ടേ ഉള്ളൂ. അല്ല, ഞങ്ങളൊക്കെ ഇപ്പൊ ആക്റ്റീവാണ് സാറേ. അതെ, ആക്ഷൻ എടുക്കാൻ തുടങ്ങി. സോ ഇനിയും നമുക്ക് വൈകിട്ടില്ല. ഇനിയൊന്ന് നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് കഠിനാധ്വാനം ചെയ്താൽ പോലും നമുക്ക് സക്സസ് നേടാൻ പറ്റും. ഇനി കുറച്ചു കാലം, ഇനി എത്ര മാസം, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ടിവിറ്റി വരെ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. എന്താണ് ആക്ടിവിറ്റി ഞാൻ തന്നെ? ഇനിയുള്ള 4.5 മാസം നമ്മുടെ മുന്നിലുണ്ട്. ഈ 4.5 മാസത്തില് നമുക്ക് എന്താണ് ചെയ്യണത്, എങ്ങനെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായ ടൈം ടേബിൾ വരെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ഫോക്കസ്, പ്ലീസ് ഫോക്കസ്. എങ്ങോട്ട്? പുറത്തേക്കല്ല, അകത്തേക്ക് ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ മൈൻഡ് മാറ്റാനും, നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനും, നിങ്ങളുടെ ഫോക്കസ് മാറ്റാനും, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാതിരിക്കാനും പല തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇപ്പൊ പുറത്തുണ്ട്. നീലക്കുയിൽ, കാക്കക്കുയില്, കറുത്ത കുയില്, വെളുത്ത കുയില്. സോ നിങ്ങളുടെ ഫോക്കസ് നശിപ്പിക്കാൻ വേണ്ടി പല തരത്തിലുള്ള സംഭവം പുറത്തുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ പുറത്തുണ്ട്. നിങ്ങളാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ പുറത്തുള്ള ആളല്ല, നിങ്ങളാണ്. കപ്പിത്താൻ തന്നെ അവിടെ കിടന്ന് ഉറങ്ങിയാല കപ്പൽ എവിടെയും ഇടിച്ചു വീഴും. നിങ്ങളെ വരുത്തി വെച്ച കടവും പ്രശ്നങ്ങളൊക്കെ ആര് തീർക്കും? നാളെ നിങ്ങളുടെ കൊച്ചുങ്ങളുടെ തലയിട്ട് കൊടുക്കുമോ? അവ എന്തറിഞ്ഞിട്ടാണ്? ഇതെന്താ കണ്ടിന്യൂറ്റി പോകാനായിട്ട്, എന്താ കൈമാറി പോകാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും വലിയ സാധനം കൊടുക്കണതാണോ? കടം. എത്രയോ സുഹൃത്തുക്കളെ എനിക്കറിയാം, 2 അറ്റം കൂട്ടും. അളിയാ, രാത്രി കിടക്കം ഒരു സന്തോഷമില്ല, മനസ്സമാധാനമില്ല അളിയാ, നാളെ എണ്ണീറ്റ് ജോലിക്ക് പോകണമല്ലോ. എത്ര സമ്പാദിച്ചിട്ടും ഒരറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. എന്താ ചോദിച്ചപ്പം? കടം.
താങ്ങാൻ പറ്റാത്ത കടവളിയാ ഞാൻ. ഇതൊന്നും ഞാൻ ചെയ്തതല്ല. സോ നമ്മുടെ മൈൻഡ് മാറ്റാനായിട്ട് ഇവിടെ പുറത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ സംഭവങ്ങളുണ്ട്. നമ്മുടെ ഫോക്കസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയ നമുക്ക് ഇവിടെ ഉണ്ട്. സോ യൂസ് ഇറ്റ്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. അവസരങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. പൈസ ഉണ്ടാക്കാൻ നല്ല സൂപ്പർ മാർഗങ്ങൾ പുറത്തുണ്ട്. സോ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. നിങ്ങളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിയും. ഞാൻ ഇന്നാളും ഗ്രൂപ്പിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഇല്ലാത്തൊരു സംഭവം. പ്രപഞ്ചം ബഡ്ജറ്റ് ആർക്കേ ഉള്ളൂ? നമുക്കും സർക്കാരിന് മാത്രം. നമുക്കും സർക്കാരിനും അല്ലാതെ വേറെ ആർക്കെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ബഡ്ജറ്റ് ഉണ്ടോ? സി, പ്രകൃതിയിലെ മനുഷ്യരാണ് സർക്കാരും, മനുഷ്യർക്കും ഐ മീൻസ് നമുക്കും സർക്കാരിനും അല്ലാതെ പ്രകൃതിയിലെ മറ്റൊരാൾക്കും, ഒരാൾ മീൻസ് ജീവജാലങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ല. ബിക്കോസ് അവരെല്ലാം പ്രപഞ്ചവുമായിട്ട് അത്രയും കണക്ട് ആയിട്ടാണ് ജീവിച്ചു പോകുന്നത്. നമ്മളും കുറച്ചുകൂടെ ഒന്ന് കണക്ട് ആയി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഇല്ല, നമുക്ക് എന്ത് ചോദിച്ചാലും പ്രപഞ്ചം നമുക്ക് തരും. നിങ്ങളൊരു പൂ ചോദിച്ചാൽ മതി, ഒരു പൂക്കാലം നിങ്ങൾക്ക് തരും. പക്ഷേ നമ്മൾ പഠിച്ചുപോയ കുറച്ച് പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ, അതിനൊക്കെ ഓവർകം ചെയ്യണം, ഓവർകം ചെയ്ത് വരണം. അപ്പൊ ഓവർകം ചെയ്ത് വരണമെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യും. അപ്പോൾ സ്ട്രെങ്തൻ കിട്ടും. മനസ്സ് സ്ട്രെങ്തൻ ആയാൽ ഓട്ടോമാറ്റിക് ബോഡി സ്ട്രെങ്തൻ ആവും. മെഡിറ്റേറ്റിംഗ് 15-20 മിനിറ്റ്, അരമണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യും. പ്രോപ്പറായിട്ട് കൊടു. റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നൊക്കെ എഴുത്. പ്രയോറിറ്റി സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ഗോളിന് വേണ്ടി ആക്ഷൻസ് വർക്ക് ചെയ്യും. എന്നിട്ട് എടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ബ്രേക്ക് എടുക്കുക. പ്രോപ്പറായിട്ട് ഉറങ്ങുക, പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുക, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. അവരോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. പ്രോപ്പറായിട്ട് നല്ല സിനിമകൾ കാണുക, നല്ല പാട്ടുകൾ കേൾക്കുക. കുറച്ചു നേരം ബീച്ചിലും നമ്മളെ ഫോറസ്റ്റ് മീൻസ് കാട്ടിലൊക്കെയോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളുടെ അടുത്തൊക്കെ പോയിരിക്കുക കുറച്ചു നേരം. ഇനി കുറെ നേരം നീന്ത്, സ്വിമ്മിങ് ചെയ്യും, നല്ല ബുക്സ് വായിക്കുക. ഇടയ്ക്ക് ഫ്രണ്ട്സിനോടൊപ്പം പോയി ചില്ലടിക്കുക. ഒരു ലൈഫേ ഉള്ളൂ, ഒറ്റ ലൈഫ്. വിശ്വസിക്കുന്നു അടുത്ത ജന്മം ഉണ്ട്, ഇന്ന് കഴിഞ്ഞ ജന്മൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഓർമ്മയിലുള്ളത് ഈ ജന്മം ഇപ്പോഴല്ലേ ഉള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് പൂർത്തീകരണം നടത്തുക. എന്നിട്ട് ബാക്കി അടുത്ത ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ എങ്ങനെയാണ് നമുക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു 4-5 ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. വേഗം മ്യൂട്ട് മാറ്റി ചോദിക്കാം. വിഷ്ണു, ചക്ര മെഡിറ്റേഷൻ കോഴ്സ് തുടങ്ങുന്നുണ്ടോ? മാഡം, ഇനി കോഴ്സസ് എല്ലാം ഓണം കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. കാര്യം നിങ്ങളെല്ലാം തിരക്കല്ലേ. ഓക്കെ ഓക്കെ, അല്ല തുടങ്ങുമല്ലോ അല്ലേ? നമ്മൾ തുടങ്ങും. ഓണം കഴിഞ്ഞ് നമുക്ക് ഓണം കഴിഞ്ഞൊരു ബേസിക് കോഴ്സ് വെച്ചിട്ട് ചക്ര നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. കാണാം, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? നമ്മള് ഇപ്പൊ സാർ ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, രാത്രി കിടക്കുമ്പോ നിങ്ങൾ ഈ അഫർമേഷൻ കേട്ടിട്ട് കിടക്കണം എന്ന് പറഞ്ഞിട്ട് 10 അഫർമേഷന്റെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ അതിന് മുമ്പ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രി കിടക്കുമ്പോ കേട്ടോണ്ടിരിക്കുന്ന ഹോപ്പുനോപ്പുനോ അതുപോലുള്ളതുണ്ടല്ലോ. അപ്പം അതിന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കണോ അതോ എങ്ങനെ ചെയ്യണം? അതും ഇതും രണ്ടും ഒരേപോലെ നമുക്ക് കേട്ടിട്ട് കിടക്കാമോ അതോ ഇത് മാത്രം കേട്ടാൽ മതിയോ? ഹോപ്പനോപ്പനോ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന സ്ഥിരമായി ചെയ്യുന്നതിന് ചെയ്തോളൂ. ഈ 10 അഫർമേഷൻ പറയാനായിട്ട് അധികം സമയം വരില്ല. ഓക്കെ, എല്ലാ ദിവസവും രാത്രി കിടക്കാൻ മുന്നേയിട്ട് ബെഡിൽ കിടന്ന് തന്നെ അഫർമേഷൻ പറഞ്ഞ് കിടന്നുറങ്ങിക്കോളൂ. കേട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ചെയ്യാൻ പാടില്ലാത്ത പറഞ്ഞില്ല, കോഫി കുടിക്കരുത്. കോഫി കുടിക്കരുതെന്ന് പറയുന്ന കാര്യം, കോഫി എന്ന് പറഞ്ഞാൽ അതില് നമ്മുടെ വീണ്ടും ഉന്മേഷനാക്കാനായിട്ടുള്ള ഒരു കണ്ടന്റ് അതിനകത്തുണ്ട്. അപ്പോ 2 മണിക്ക് ശേഷം കോഫി കുടിച്ചാൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മള് വീണ്ടും കുറച്ചുകൂടെ ആക്റ്റീവായി ചിലപ്പോൾ ഉറക്കത്തിനൊക്കെ അത് ബാധിക്കും. അതുകൊണ്ടാണ് അത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അഡിക്ഷനും വരാം. അതിപ്പം രാവിലെ കഴിച്ചാലും ഉച്ചയ്ക്ക് കഴിച്ചാലും എപ്പോൾ കഴിച്ചാലും അഡിക്ഷൻ ഉണ്ടാവും. ബട്ട് കോഫി രാവിലെ കഴിച്ചാൽ ബെറ്റർ ആണ്. കോഫി ആക്ച്വലി നല്ലതാണ്. ബട്ട് അമിതമാവാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ അഡിക്റ്റ് ആവാതിരിക്കുക.
കോഫി ടീ കുടിക്കാതെ ഖമബിൾ ടീ മാത്രം കുടിച്ച് മഗ്നീഷ്യം ടാബ്ലറ്റ് മഗ്നീഷ്യം ഓയിൽ മറ്റേ ലോഷൻ അതെല്ലാം പുരട്ടിയിട്ട് കിടന്നിട്ടും വെളുപ്പിന് ഒരു 4 മണി വരെ ഉറങ്ങാൻ പറ്റുന്നില്ല. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? 4 മണിയും വെളുപ്പിനെ 4 മണിക്ക് എണീക്കേണ്ട ആളാ. സൂര്യ ഉദിക്കുന്നതിന് മുന്നേ നമ്മൾ എണീക്കേണ്ട ആൾക്കാരാ. അല്ല, അല്ല, സൂര്യൻ അതാ മൂട്ടിൽ പറഞ്ഞേ ഒരു മൂട്ടിൽ 1 പ്രകാശ അത് റൈറ്റ് ടൈമാണ് ആക്ച്വലി. അപ്പൊ എണീക്കുക. 1 month ആയിട്ട് ഉറങ്ങാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. ഉറങ്ങാൻ പറ്റുന്ന അപ്പം നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങുന്നേ? ഞാൻ 10 മണിയാകുമ്പോൾ കിടക്കും. മൊബൈൽ ഒന്നും ആ യൂസ് ചെയ്യാറില്ല. ഇൻസ്റ്റ ഒക്കെ ബെസ്റ്റ് ഡിലീറ്റഡ് ടൈം ആണ്. മീൻസ് ഇതാണ്. ഒന്നും യൂസ് കറക്റ്റ് ഉറക്കം ചെയ്യാറില്ല. ഇതാണ്. കറക്റ്റ് ഉറക്കം 10 മണി തൊട്ട് 4 മണി വരെ കറക്റ്റ് ഉറക്കമാണ്. അതെ, പക്ഷെ കിടക്കാനേ പറ്റുന്നുള്ളൂ, ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങാൻ പറ്റുന്നത് കണ്ണടയുന്നില്ല, കണ്ണുറന്നായിരിക്കുന്നേ. കണ്ണടച്ച് കിടക്കും, പക്ഷെ ഉറങ്ങില്ല. എണീക്കും, ഇടയ്ക്കിടെ എണീറ്റോണ്ടിരിക്കും. മീൻസ് ഉറക്കം വരത്തില്ല, ഉറക്കം വരുന്നേ ഇല്ല. ഇതാണ് എന്റെ പ്രോബ്ലം. ഞാനിപ്പോ ഉറക്കം അമത്തേസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ എനിക്ക് അറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. ഖമമേൽ ടീ കുടിച്ചാൽ നല്ലതാന്ന് പറഞ്ഞു, അങ്ങനെ കുടിക്കുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് മഗ്നീഷ്യം ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, മഗ്നീഷ്യം ലോഷൻ പുരട്ടുന്നുണ്ട്. പിന്നെ ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഓക്കെ, വേറെ ഇതൊന്ന് ട്രൈ ചെയ്യൂ. ആ റിവേഴ്സ് ഓർഡറിൽ ഒന്ന് എണ്ണു. ലൈക്ക് 100, 99, 98, 97 എണ്ണ്. ഓക്കെ എന്നിട്ട് ഓക്കെ എണ്ണുമ്പോ തെറ്റുമ്പോ വീണ്ടും ഒന്നുകൂടെ എണ്ണുക. ഓക്കെ, ആ ആ സോ കംപ്ലീറ്റ് ചെയ്യില്ല, അതിന് മുന്നേ ഉറങ്ങും. ഓക്കെ ഓക്കെ. കംപ്ലീറ്റ് ചെയ്ത് മുന്നേ ഉറങ്ങിയിട്ടുണ്ടോ? ആ സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആ ഇപ്പൊ ഞാൻ ഇപ്പം മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു മെഡിസിൻ എടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തി, വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ട് ഒരു മെഡിസിൻ ഇങ്ങനെ ഓരോ തവണ സൈക്കാട്രിക് മെഡിസിൻ ആണ്. ഓരോ തവണ വിഷമം വരുമ്പം ഈ ഡോസ് കൂട്ടും കുറച്ചും ആ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പം മനസ്സിലാക്കിയെടുത്തോളം ഈ ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻ മാത്രം കഴിച്ച് എന്റെ ഹോർമോണൽ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലാണ് ഇത്രയും വർഷം പോയത്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ട് എനിക്കിപ്പോ ഒത്തിരി മാറ്റം എനിക്ക് സ്വയമേ തോന്നുന്നുണ്ട്. അപ്പം ഇതെനിക്ക് ജീവിതത്തിൽ പൂർണ്ണമായും നിർത്താൻ പറ്റുമോ? മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ചിന്തകൾ കൊണ്ട് ചെയ്യാൻ പറ്റാതെ നേടാൻ പറ്റാത്തത് ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ചെയ്യാൻ പറ്റും, മരുന്ന് വേണ്ട. അതെ, മരുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ആദ്യം പൂർണ്ണമായിട്ടും മനസ്സിൽ ഒഴിവാക്കാൻ തന്നെ പറ്റും. ഇന്റൻഷൻ കൊടുക്കുക. വാട്ടർ ആ ടെക്നിക്ക് ഒരിക്കലും ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുക. പിന്നെ ഈ ഓക്കെ. പറഞ്ഞ പോലെ മെഡിറ്റേഷനും യൂസ് ചെയ്യുക. മാറ്റം ഞാനിപ്പം ഉണ്ടാവും. അത് നല്ല ഓക്കെ. മാറ്റം. താങ്ക് യു സാർ. താങ്ക് യു. ചക്രാസ് പഠിപ്പിക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ ഇപ്പൊ ഇതുവരെയും യൂട്യൂബിൽ ഞാൻ ഫേസ് കാണിച്ചിട്ടില്ല. സോ ഞാൻ നമ്മുടെ കോഴ്സസ് ഒന്നും ഞാൻ ഇതുവരെയും ലൈക്ക് എന്തു പറയാനാ, പോസ്റ്റേഴ്സ് അങ്ങനെ ഞാൻ യൂട്യൂബ് വഴി കൊടുത്തിട്ടില്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ ബേസിക് കോഴ്സ് കൊടുക്കുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്സും ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. സെക്കൻഡ്, നമ്മൾ ചക്ര ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. 7 days കോഴ്സാണ്. 2 ദിവസം സ്പെഷ്യൽ ചക്രാസിന് വേണ്ടി മാത്രമുള്ള 2 മെഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അഡ്വാൻസ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് 30 ദിവസത്തെ കോഴ്സാണ് അഡ്വാൻസ് കോഴ്സ് പറയുന്നത്. പിന്നെ മണി മാസ്റ്ററി പാർട്ട് 1, പാർട്ട് 2 നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പേഴ്സണൽ സെഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഏതൊക്കെ കൊടുക്കുന്നുണ്ട്? ലൈക്ക് ഇനി വരാൻ പോകുന്ന ഒരു കോഴ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആഴത്തിലേക്ക് റിലേഷൻഷിപ്പ് മാസ്റ്ററിയെ കുറിച്ച് പഠിച്ചു. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച്. സോ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. സോ ഇതൊക്കെയാണ് നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സസ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ്, ഇത് എവരിഡേ മെന്റർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഡാറ്റ ഷീറ്റും മറ്റു കാര്യങ്ങളൊക്കെ പ്രിപ്പയറിംഗ് ആണ്. എവരിഡേ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് 1 year മെന്റർഷിപ്പ് ബേസ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. അതായത് 1 വർഷം എൻ്റെ മെന്റർഷിപ്പ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉണ്ടാവും രാവിലെ. പിന്നെ മാസത്തിലെ 2 പ്രാവശ്യം ഞാൻ നമ്മുടെ പേഴ്സണൽ സെക്ഷനായിട്ട് സിറ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്ത് എങ്ങനെയാണ് അനലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ ഓണം കഴിഞ്ഞ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിലാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി കോഴ്സസ് ഫസ്റ്റ് വരുന്ന കോഴ്സ് വരുന്നത് നമ്മളിനിപ്പം ഓണം കഴിഞ്ഞിട്ട് ബേസിക് കോഴ്സ് വരുന്നുണ്ട്. ബേസിക് കോഴ്സിന്റെ ഫീസ് വരുന്നത് 1333 രൂപയാണ്. 5 ദിവസത്തെ കോഴ്സാണ് വരുന്നത്. 8 മണി മുതൽ 10 മണി വരെ ഇന്ത്യൻ ടൈം. ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. യാ, സോ എന്താണ് വാട്ടർ ടെക്നിക് ഒക്കെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നമ്മൾ ഫ്രീ ക്ലാസ് ഉണ്ട്. ആ ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട് വാട്ടർ ടെക്നിക്കിലൂടെ. യാ, സോ ഒരു കാര്യം ചോദിക്കട്ടെ? ഓക്കെ, ലാസ്റ്റ് കാര്യം കൂടെ പറയൂ. ഞാനിപ്പോ ഇതിനകത്ത് 2-3 പേര് പറഞ്ഞൊരു
സബ്ജക്റ്റ് ഉണ്ടല്ലോ ഉറക്കത്തിന്റെ കാര്യം. ഞാനും അത് നേരത്തെ ഫേസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ചെയ്തിരുന്നതെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. അതായത് നമ്മുടെ തലമുടിക്ക് അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളും കാഴ്ചശക്തിയുള്ള കണ്ണിൽ ഇങ്ങനെ നമ്മൾ കുറേ പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓരോ പാർട്സിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു ഓട്ടോമാറ്റിക്കലി സോ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ബെസ്റ്റ് തിങ്. നന്നായിട്ട് നന്ദി പറയുന്നത് റിസൾട്ട് ഉണ്ടാക്കും. 1111 നമ്പറിൽ വീട് വാങ്ങുന്നത് നല്ലതാണോ? മനസ്സിലായില്ല. 1111 വീട് വാങ്ങുന്നത് നമ്പർ. നൈറ്റ് ക്ലാസ് ഉണ്ടാവില്ല. നൈറ്റ് ക്ലാസ് ആണ് പറഞ്ഞത്. 8 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂർ സെഷനാണ്. പറയൂ റാണി മാഡം. നമ്മളിപ്പോ ഒരു ഫ്ലാറ്റ് വാങ്ങുവാണെങ്കിൽ ആ ഫ്ലാറ്റിന്റെ